പ്രസ് സ്റ്റോപ്പുമായി നമുക്കൊപ്പം ഇന്ന് ശ്രീജിത്ത് ബാലകൃഷ്ണൻ ദേ ഇവിടെ റെഡിയായി നിൽപ്പുണ്ട്. ശ്രീജിത്ത് ബാലകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. ഇന്നലെ വാർത്തകളുടെ ഒരു പ്രളയമുള്ള ദിവസമായിരുന്നു അല്ലേ? എന്തുമാത്രം വാർത്തകളാണ് ഇന്നലെ സംഭവിച്ചത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? തീർച്ചയായും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ സേതു, പ്രധാന പത്രങ്ങളെല്ലാം അതായത് ഞായറാഴ്ച ആയതുകൊണ്ട് പല വാർത്തകളിലാണ് നിൽക്കുന്നത്. വിവിധ വാർത്തകളാണ് എല്ലാവരും ഒന്നാം പേജിൽ പ്രധാന വാർത്തയാക്കിയിട്ടുള്ളത്. അതിൽ ഈ പേവിഷബാധയേറ്റ് മരണം നമുക്കറിയാം. തിരുവനന്തപുരത്ത്, പത്തനംതിട്ടയിൽ, പിന്നീട് നെല്ല് സംഭരണം, അതാണ് മാതൃഭൂമിയുടെ ഒന്നാമത്തെ വാർത്ത. പഹൽഗാം ഭീകരാക്രമണം, അതാണ് ദേശാഭിമാനി, മാധ്യമവും സുപ്രഭാതവും ഒക്കെ ഒന്നാം പേജിൽ വാർത്തയാക്കിയിട്ടുള്ളത്. അങ്ങനെ പല വാർത്തകൾ എല്ലാവരും ഒന്നാം പേജിൽ വലിയ വാർത്തയായി നൽകുന്ന ഒരു ദിവസമായിരുന്നു ഇന്ന്. പക്ഷേ ഒരു വാർത്തയിൽ വിവിധ പത്രങ്ങൾക്ക് വിവിധ അഭിപ്രായം, അതിലേക്കാണ് ആദ്യം പോകുന്നത്. അതായത് ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് പല പത്രങ്ങൾക്ക് പല അഭിപ്രായം വരുന്നത് സ്വാഭാവികമായ കാര്യമല്ല. അതിലേക്ക് പോകാം. അതാണ് നമ്മൾ വിശദമായി പരിശോധിക്കുന്നത്. ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിൽ വെള്ളിയാഴ്ച വൈകിട്ടാണ് പൊട്ടിത്തെറി ഉണ്ടായത്. അതിൻ്റെ കാരണം സംബന്ധിച്ച് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നലെ മന്ത്രി വിശദമായി മാധ്യമങ്ങളെ കണ്ടിരുന്നു. പക്ഷേ 4 പേർ മരിച്ചതിലാണ് പത്രങ്ങൾക്ക് ആശയക്കുഴപ്പമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് എങ്ങനെയാണ് 4 പേർ മരിച്ചത്, അതിലെന്താണ് പ്രശ്നം എന്നുള്ളതാണ് പത്രങ്ങൾക്കൊരു ആശയക്കുഴപ്പം. മന്ത്രി പറഞ്ഞിട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടും ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട് എന്നാണ് പത്രങ്ങളുടെ ഒന്നാം പേജ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അതിലേക്ക് പോകാം. ഈ മരണം അപകടത്തിന് ശേഷമെന്ന് ബന്ധുക്കൾ പറയുന്നു. ഹൃദയാഘാതമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അതിൻ്റെ മരണകാരണം ഹൃദയാഘാതമാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതായിട്ട് മനോരമ വളരെ വിശദമായി പറയുന്നുണ്ട്. അതായത് മരണം പുക ശ്വസിച്ചല്ല എന്ന് പറയുന്നില്ലെങ്കിൽ പോലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഹൃദയാഘാതമാണ് മരണകാരണം എന്ന് പറയുന്നു. പക്ഷേ മരണം അപകടത്തിന് ശേഷമെന്ന് മനോരമയിൽ അവരുടെ ബന്ധുക്കൾ പറയുന്നതായിട്ട് മനോരമ ഒന്നാം പേജിൽ വളരെ വിശദമായിട്ട് വാർത്ത കൊടുത്തിട്ടുണ്ട്. മാതൃഭൂമി പക്ഷേ പറയുന്നത് മരണകാരണം പുകയല്ല എന്ന് മാതൃഭൂമി വളരെ അസന്നിഗ്ധമായി പറയുന്നുണ്ട്. മരണകാരണം പുക ശ്വസിച്ചല്ല എന്നാണ് മാതൃഭൂമി പറയുന്നത്. സംഭവ സമയത്ത് മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നുവെന്ന് മാതൃഭൂമി പറയുന്നു. കേരള കൗമുദിയും ദേശാഭിമാനിയും പറയുന്നത് അവർക്ക് രണ്ടുപേർക്കും ഏതാണ്ട് ഒരേ അഭിപ്രായമാണ്, മരണകാരണം പുകയല്ല എന്നാണ് രണ്ടുപേരുടെയും. അതുമാത്രമല്ല, ദേശാഭിമാനി അന്വേഷണത്തെക്കുറിച്ച് വളരെ വിശദമായി പറയുന്നുണ്ട്. മന്ത്രി പറഞ്ഞ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഉൾപ്പെടുത്തിക്കൊണ്ട്. പൊട്ടിത്തെറിയിൽ അന്വേഷണം എന്നാണ് മാധ്യമം പറയുന്നത്. അതായത് പൊട്ടിത്തെറി സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നുണ്ട്. എന്താണ് മരണകാരണം എന്നുള്ളതിനെക്കുറിച്ച് മാധ്യമം വളരെ വിശദമായൊന്നും പറയുന്നില്ല. പക്ഷേ നേരെ മറിച്ച് ചന്ദ്രിക, സുപ്രഭാതം, വീക്ഷണം, ഈ പത്രങ്ങൾക്കൊക്കെ വിരുദ്ധാഭിപ്രായമാണ്. ചന്ദ്രികയും സുപ്രഭാതവും വീക്ഷണവും ഏതാണ്ട് മറുപക്ഷത്തായതുകൊണ്ടായിരിക്കാം, സർക്കാരിൻ്റെ അപ്പുറത്തായതുകൊണ്ടായിരിക്കാം എന്ന് തോന്നുന്നു. എന്തായാലും കുഴപ്പമില്ല. ചന്ദ്രികയ്ക്ക് ഇപ്പോഴും മായാതെ പുകമറ എന്നാണ് ചന്ദ്രികയുടെ ഒന്നാം പേജിലെ വലിയ ഹെഡിങ്ങും വാർത്തയും. സുപ്രഭാതത്തിന് പുക അടങ്ങാതെ, ഇപ്പോഴും ആ പുക അടങ്ങിയിട്ടില്ല എന്നാണ്. എന്താണ് അതിൻ്റെ മരണകാരണമെന്ന്, പുകയല്ല എന്ന് മറ്റു പത്രങ്ങൾ പറയുമ്പോഴാണ് സുപ്രഭാതം പുക അടങ്ങാതെ എന്ന് തലവാചകമിട്ട് വലിയ വാർത്ത എഴുതുന്നത്. വീക്ഷണത്തിന് പിന്നെ സ്വാഭാവികമായും പുകമറ തുടരുന്നു എന്ന് തന്നെ വീക്ഷണം പറയണം. കാരണം വീക്ഷണം സർക്കാരിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ഒരു പത്രം എന്ന നിലയിൽ എന്നിങ്ങനെ പോകുന്നു. എന്നാൽ സിറാജിന് അങ്ങനെ അഭിപ്രായമില്ല. സിറാജ് പറയുന്നത് പുക കാരണമല്ല എന്നുള്ളതാണ്. അതായത് സർക്കാർ പറയുന്നതിന് ഒപ്പം നിൽക്കാനാണ് സിറാജ് ശ്രമിക്കുന്നത്. ഇംഗ്ലീഷ് പത്രങ്ങൾക്കും അങ്ങനെ വിരുദ്ധാഭിപ്രായമൊന്നുമില്ല. ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഒന്നാം പേജിൽ ഏതാണ്ട് പറയുന്നത് ഇനിഷ്യൽ ഫൈൻഡിങ്സ് റൂൾ, അതായത് പുകയല്ല എന്നുള്ള രൂപത്തിലാണ്. അതുമാത്രമല്ല, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെയാണ് അവരും ആശ്രയിക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെയാണ് പത്രങ്ങൾ, ഈ ഇംഗ്ലീഷ് പത്രങ്ങളും ആശ്രയിക്കുന്നത്. ഹിന്ദു അടക്കമുള്ള പത്രങ്ങളെല്ലാം ആശ്രയിക്കുന്നത് മരണകാരണം പുകയല്ല എന്നുള്ളതാണ്. ഇങ്ങനെ വളരെ വിരുദ്ധാഭിപ്രായങ്ങൾ നിറഞ്ഞു നിൽക്കുന്നൊരു വാർത്ത, അല്ലെങ്കിൽ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന ശേഷവും അല്ലെങ്കിൽ സർക്കാർ ഇതിനെക്കുറിച്ച് വളരെ കാര്യമായി വിശദീകരിച്ച ശേഷവും പത്രങ്ങൾ അല്ലെങ്കിൽ പ്രതിപക്ഷ പത്രങ്ങൾ അപ്പുറത്ത് നിന്ന് വിരുദ്ധാഭിപ്രായം ഒന്നാം പേജിൽ കൊടുക്കുന്നതിൻ്റെ ഒരു അയുക്തി ഇപ്പോഴും മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. ഇനിയൊന്നുള്ളത് മറ്റൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത നമുക്കറിയാം. ഇന്നലെ നടന്ന വലിയ സംഭവങ്ങൾ, ഇന്നലെ കഴിഞ്ഞൊരു മാസത്തിനിടയിൽ ഏതാണ്ട് അത് വളരെ വിശദമായി മനോരമ ഒന്നാം പേജിൽ പറയുന്നുണ്ട്. 1 മാസത്തിനിടെ 2 കുട്ടികൾ മരിച്ചത് കാരണം പേവിഷബാധ എന്നുള്ളതാണ്. അതായത് ഞാൻ ആ വാർത്ത, മനോരമ ഇന്ന് അതാണ് ഒന്നാം പേജിൽ വലിയ വാർത്തയാക്കിയിട്ടുള്ളത്. അതായത് മറ്റ് വാർത്തകളൊക്കെ ഒന്നാം പേജിൽ മാറ്റി നിർത്തി അല്ലെങ്കിൽ പ്രാധാന്യം കുറച്ചുകൊണ്ട് ഒന്നാം പേജിൽ വലിയ വാർത്തയാക്കിയിട്ടുള്ളത് പേവിഷബാധ, 3 തവണ വാക്സിൻ എടുത്തിട്ടും രോഗം, 1 മാസത്തോടെ മരിച്ച 2 കുട്ടികൾ, കുത്തിവയ്പ്പെടുത്ത് 3 മാസത്തിന് ശേഷവും മരണം എന്നുള്ളത് നമ്മളെ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. കാരണം പേവിഷബാധ ഇപ്പോൾ നാട്ടിൽ തെരുവുനായ ശല്യം വളരെ രൂക്ഷമായൊരു കാലം, അല്ലെങ്കിൽ അതിനേക്കാൾ ഭീകരമായി നായ്ക്കൾ കുട്ടികളെ അടക്കം ആക്രമിക്കുന്നു. പക്ഷേ ഇത് കുട്ടികൾക്ക് നേരെയാണ് കൂടുതൽ ആക്രമണം ഉണ്ടാകുന്നത് എന്നുള്ളതുകൊണ്ട് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പക്ഷേ മനോരമ പറയുന്ന 1-2 കാര്യങ്ങൾ ശ്രദ്ധേയമാണ്. ഇത് കൈകാര്യം ചെയ്യുന്നതിൽ അപാകതയുണ്ടോ എന്നൊരു ചോദ്യം കൂടി ക്വസ്റ്റ്യൻ മാർക്കിട്ട് ആ വാർത്തയ്ക്കുള്ളിൽ താഴെ പറയുന്നുണ്ട്. കുത്തിവയ്പ്പെടുക്കുന്നതിലെ അപാകതയും കൈകാര്യം ചെയ്യുന്നതിലെ പാളിച്ചയുമാണ് വാക്സിനുകൾ പരാജയപ്പെടുന്നതിന് കാരണമായി ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. അപ്പോൾ അങ്ങനെയൊന്നുണ്ടെങ്കിൽ അത് വലിയ വാർത്തയാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം മനോരമ ഇത് ഒന്നാം പേജിൽ വലിയ വാർത്തയാക്കിയിട്ടുള്ളതെന്ന് വേണം പറയാൻ. കേരള കൗമുദിയും അതുതന്നെയാണ് ഒന്നാം പേജിൽ വലിയ വാർത്തയാക്കിയിട്ടുള്ളത്. അവരുടെയും വാർത്ത ഒന്നാം പേജിലെ പ്രധാനപ്പെട്ട വാർത്ത അതാണ്. 3 ഡോസ് എടുത്ത 7 വയസ്സുകാരി വെന്റിലേറ്ററിൽ, മരുന്നിൻ്റെ നിലവാരം, സംഭരണ രീതി എന്നിവ സംശയത്തിൽ. അതൊരു പക്ഷേ പോയിൻ്റ് ഔട്ട് ചെയ്ത് പറയുന്നത്
വലിയ വാർത്ത, അല്ലെങ്കിൽ ഒരുപക്ഷെ കേരളത്തിൽ അധികം ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണ്. വാക്സിൻ എടുത്തിട്ടും ആവർത്തിച്ച് പേവിഷബാധ എന്ന് ഹെഡിങ് ഇട്ടാണ് കൊടുക്കുന്നത്. അത് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ അൽത്താഫിൻ്റെ, അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിറ്റി മെഡിസിൻ്റെ ഡോക്ടർ അൽത്താഫിൻ്റെ ഒരു വിശദീകരണം കൂടി അത് പറയുന്നുണ്ട്. കടിയേറ്റാൽ 20 മിനിറ്റോളം ഒഴുകുന്ന വെള്ളത്തിൽ സോപ്പ് ഉപയോഗിച്ച് മുറിവ് കഴുകണം. ഈ ഘട്ടത്തിൽ 90% വൈറസ് നശിക്കും. തുടർന്ന് ചികിത്സ നേടണം. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഓർക്കുന്നത് മലപ്പുറത്തുണ്ടായ സംഭവത്തിൽ, മലപ്പുറത്ത് കുട്ടി മരിച്ചത് ഏതാണ്ട് 1-2 ആഴ്ച മുമ്പാണ്. നമ്മൾ ആ രക്ഷിതാക്കളുമായി നമ്മുടെ റിപ്പോർട്ടർ സംസാരിച്ചപ്പോൾ അവരങ്ങനെ കഴുകി വൃത്തിയാക്കിയിരുന്നില്ല എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. സ്വാഭാവികമായും അങ്ങനെയെങ്കിൽ ഈ ഡോക്ടർ പറയുന്നതിനെ സ്വാധീനിക്കേണ്ടി വരും. ഈ കൈകാര്യം ചെയ്യുന്നതിൽ അപാകത കൂടി പരിഹരിച്ചാൽ ഒരു പക്ഷേ മരണം കുറയ്ക്കാമെന്ന് വിചാരിക്കുന്നു. മാതൃഭൂമി കുറച്ചും കൂടി വിശദമായി അവരുടെ എഡിറ്റോറിയൽ, 6-ാം പേജിൽ എഡിറ്റോറിയൽ വളരെ വിശദമായി ഇനിയെങ്കിലും നിയന്ത്രിക്കൂ ഈ തെരുവ് നായ്ക്കളെ എന്ന് പറയുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു പേവിഷബാധ നാട്ടിൽ വ്യാപകമാകുന്നുണ്ടെങ്കിൽ തെരുവ് നായ്ക്കൾക്ക് അതിൽ പങ്കുണ്ട് എന്ന് ഉറപ്പായും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. മലപ്പുറം പെരുവണ്ണൂരിലെ സിയ ഫാരിസ് മുതൽ ഇങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായി മാതൃഭൂമി എഡിറ്റോറിയൽ പേജിൽ ഇനിയെങ്കിലും നിയന്ത്രിക്കൂ ഈ തെരുവ് നായ്ക്കളെ എഴുതേണ്ടതാണ്. എഡിറ്റോറിയൽ തന്നെ എഴുതേണ്ടതാണ്, സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടേണ്ടതാണ്. എൻ്റെ ഓർമ്മയിൽ 2011 തോന്നുന്നു, ഞാൻ ന്യൂസ് പേപ്പറിൽ ജോലി ചെയ്യുന്ന കാലത്ത് ഈ തെരുവ് നായ്ക്കളെക്കുറിച്ച് പരമ്പര എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും അതിന് നടപടിയൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. 7-ാം പേജിൽ കടി കാര്യമാകും മുമ്പ് ശ്രദ്ധിക്കാം പേവിഷബാധ, അതായത് എവിടെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് മനോരമ ചോദ്യമിടുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാതൃഭൂമി 7-ാം പേജിൽ വളരെ വിശദമായി കൊടുക്കുന്നുണ്ട്. അത് ഇൻഫോഗ്രാഫിക്സ് അടക്കമാണ്. കുത്തിവയ്പ്പല്ല ആദ്യപടി, അതാണ് കുത്തിവയ്പ്പല്ല ആദ്യപടി, അതാണ് ഡോക്ടറും പറയുന്നത്. അവിടെ വൃത്തിയായി കഴുകുക എന്നുള്ളതാണ്. വളരെ വിശദമായി ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. വേഗം ആശുപത്രിയിൽ എത്തിക്കേണ്ടതുണ്ട് അത് കഴിഞ്ഞാൽ എന്നുള്ള കാര്യങ്ങൾ വളരെ വിശദമായി. ഒരുപക്ഷെ മലയാളി കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്, കുട്ടികൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. കടിയേൽക്കുന്ന തലച്ചോറിനോ ഞരമ്പിലോ ഒക്കെ ആണെങ്കിൽ അത് വേഗം മരണത്തിന് കാരണമാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന്. മറ്റൊന്ന്, ഈ പേവിഷബാധയെക്കുറിച്ച് പറയുമ്പോൾ മറ്റൊരാൾ ഇവിടെയല്ല, അത് അമേരിക്കയിലാണ്. നമ്മുടെ നാട്ടിൽ കുട്ടികൾ പേവിഷബാധയായിട്ട് മരിക്കുമ്പോൾ അമേരിക്കയിൽ ഒരു മഹാനുഭാവൻ, അദ്ദേഹത്തിൻ്റെ പേര് ഫ്രീഡ് എന്നാണ്. ഏത് പാമ്പ് കടിച്ചാലും വിഷമേൽക്കാത്തൊരു മനുഷ്യൻ, അത് അമേരിക്കയിലാണ് അദ്ദേഹത്തിൻ്റെ രക്തം ഇപ്പോൾ ഒറ്റമൂലിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കൊടും വിഷം ചീറ്റുന്ന ഏത് പാമ്പിൻ്റെയും കടിയേറ്റുണ്ടാകുന്ന വിഷബാധയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ആൻറ്റിവെനം, അതായത് പ്രതിവിഷം ഉൽപ്പാദിപ്പിക്കാൻ അമേരിക്കക്കാരനായ ടിം ഫ്രീഡിൻ്റെ ശരീരത്തിലുണ്ട്. 18 വർഷമെടുത്ത് സ്വയം നടത്തിയ പരീക്ഷണത്തിലൂടെ സ്വന്തം രക്തത്തെ അങ്ങനെയാക്കിയാണ് ഫ്രീഡ്. അതായത് ഇത് വലിയ തമാശയല്ല, വലിയ വാർത്തയാണിത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ രക്തം ഒറ്റമൂലിയായി ഉപയോഗിക്കാൻ തന്നെ തീരുമാനിക്കുന്നു. ഇത് മാതൃഭൂമി 1-ാം പേജിൽ നൽകുന്നുണ്ട്. മനോരമ ആ വാർത്ത 7-ാം പേജിൽ വളരെ വിശദമായി നന്നായി നൽകിയിട്ടുണ്ട്. 2 പത്രങ്ങളും നൽകിയിട്ടുണ്ട്. മറ്റ് പത്രങ്ങളൊക്കെ ഒരുപക്ഷെ ഈ പാമ്പിൻ്റെ കടി എന്നുള്ളത് ഒരു ആളുകൾക്ക് ഭയമുള്ള സംഗതി ആയതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യാമോ, അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ വാവാ സുരേഷൊക്കെ പാമ്പുമായിട്ട് ബന്ധപ്പെട്ട് വളരെ സജീവമായിട്ട് നിൽക്കുന്ന ഒരു കാലമാണ്. മനോരമ 7-ാം പേജിൽ 100-ലേറെ തവണ പാമ്പ് കടിച്ചു, ഫ്രീഡിയുടെ രക്തത്തിൽ നിന്ന് ആൻറ്റിവെനം. ഇനി ആ ആൻറ്റിവെനം ഒരുപക്ഷെ നമുക്കെല്ലാം ഉപയോഗിച്ച് പാമ്പ് കടി ഏൽക്കുമ്പോൾ അത് വളരെ വിശദമായി മനോരമ 7-ാം പേജിൽ പറയുന്നുണ്ട്. ആൻറ്റിവെനം വികസിപ്പിച്ച് ഗവേഷകർ. എന്തായാലും ടീം ഫ്രീഡ് ഒരു തകർപ്പൻ കഥാപാത്രമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ നായ്ക്കൾക്ക് നേരെയുള്ള അല്ലെങ്കിൽ അവരുടെ കടിയേൽക്കുന്നതിന് ആ രൂപത്തിലുള്ള ഒരു ആൻറ്റിവെനം കൂടി കുറച്ചും കൂടി വിശദമായി വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നാണ് വിചാരിക്കുന്നത്. മറ്റൊന്ന്, നമുക്കറിയാം മറ്റ് പത്രങ്ങളൊക്കെ, പ്രധാനപ്പെട്ട പത്രങ്ങളൊക്കെ ദേശാഭിമാനിയും അടക്കമുള്ള സുപ്രഭാതം അടക്കമുള്ള പത്രങ്ങൾ പ്രധാന വാർത്തയാക്കില്ല. അവർക്ക് ഈ പേവിഷബാധയും പിന്നെ മറ്റു കാര്യങ്ങളൊന്നും വലിയ വാർത്തയല്ല എന്ന് തോന്നുന്നു. തിരിച്ചടിച്ച് ഇന്ത്യ എന്നാണ് ദേശാഭിമാനിയുടെ പ്രധാനപ്പെട്ട വാർത്ത. അതായത് പെഹൽഗാം ഭീകരാക്രമണമാണ് പ്രധാനപ്പെട്ട വാർത്ത. ഇറക്കുമതി വിലക്കിയത് ഇന്നലെ ചാനലുകളൊക്കെ ചർച്ച ചെയ്താണ്. പാകിസ്ഥാനിൽ നിന്നുള്ള ഇറക്കുമതി ഇന്ത്യ നിരോധിക്കുന്നു. അത് സുപ്രഭാതവും 1-ാം പേജിൽ വലിയ വാർത്തയാക്കിയിട്ടുണ്ട്. മനോരമ അതിൽ നേരെ മറിച്ച് 1-ാം പേജിൽ ഇതുമായി ബന്ധപ്പെട്ട്, പഹൽഗാമുമായി ബന്ധപ്പെട്ട് പാക് ബന്ധങ്ങൾ പൂർണ്ണമായും വിച്ഛേദിച്ചു എന്നാണ് പറയുന്നത്. അത് ഈ ദേശാഭിമാനി പറയുന്ന പോലെ ഇറക്കുമതി മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ അവിടെ തുറമുഖത്തിൽ വിലക്കുണ്ട്, ഇന്ത്യൻ തുറമുഖങ്ങളിൽ പാക് കപ്പലുകൾക്ക് വിലക്കുണ്ട് അടക്കമുള്ള വലിയ കാര്യങ്ങൾ, തപാൽ പാഴ്സൽ ഇടപാടുകൾ റദ്ദാക്കി അടക്കം അങ്ങനെ നിരവധിയായ പാകിസ്ഥാനെ സമ്പൂർണ്ണമായും പ്രതിരോധത്തിലാക്കാനുള്ള കാരണമാണ്. നമ്മൾ ഇന്നലെയൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ്. അത് ഈ മറ്റു വാർത്തകൾക്കിടയിലും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് ദേശാഭിമാനിയും സുപ്രഭാതവും എനിക്ക് തോന്നുന്നു മാധ്യമവും ആ രൂപത്തിലേക്ക് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ആ രൂപത്തിലേക്ക് ഈ പഹൽഗാം ഭീകരാക്രമണം കൂടി മറ്റു പത്രങ്ങൾ വാർത്തയാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഈ കെ സുധാകരൻ്റെ ഒരു ഇൻ്റർവ്യൂ, അത് പറയാതെ പോകാൻ നിർവാഹമില്ല. കെ സുധാകരൻ്റെ ഒരു ഇൻ്റർവ്യൂ വളരെ മനോഹരമായിട്ട് 7-ാം പേജിൽ മനോരമ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഹെഡിങ് ആണ് എനിക്ക് കൗതുകമായി തോന്നി, അതുകൊണ്ട് തന്നെ പറഞ്ഞു പോകണം. പിണറായിയെ താഴെ ഇറക്കിയിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നിർത്തുമെന്നാണ്. ഇതിനൊക്കെ തമാശ എന്താ വെച്ചാൽ, കെ സുധാകരനെ ഡൽഹിക്ക് വിളിപ്പിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ചർച്ച നടക്കുകയാണ്. ആ ചർച്ച നടക്കുമ്പോഴാണ് ഇദ്ദേഹത്തെ താഴെ ഇറക്കിയിട്ട്, അതായത് പിണറായി വിജയനെ താഴെ ഇറക്കിയിട്ട് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം നിർത്തുകയുള്ളൂ എന്ന് ആവർത്തിച്ച് പറയുകയാണ്.
ഡൽഹി പോയ കെ സുധാകരൻ തിരിച്ച് നാട്ടിൽ വന്ന് പറഞ്ഞത് ഞാൻ മാറുന്നില്ല, അധ്യക്ഷ സ്ഥാനത്ത് മാറുന്നില്ല എന്നാണ്. പക്ഷേ മാതൃഭൂമി അവരുടെ 7-ാം പേജിൽ പറയുന്നുണ്ട് കെ സുധാകരൻ മാറും എന്ന് മാതൃഭൂമി 7-ാം പേജിൽ പറയുന്നുണ്ട്. എന്തായാലും കെ സുധാകരൻ അധ്യക്ഷ സ്ഥാനത്ത് മാറിയാലും ഇല്ലെങ്കിലും പിണറായിയെ മാറ്റിയിട്ട് അല്ലെങ്കിൽ പിണറായിയെ താഴെ ഇറക്കിയിട്ട് മാത്രമേ അദ്ദേഹം ഈ പരിപാടി അവസാനിപ്പിക്കുള്ളൂ എന്നാണ് മനോരമയോട് പറയുന്നത്. എന്തായാലും അതൊരു നല്ല വാർത്തയായി തോന്നുന്നു. മറ്റൊരു കാര്യം കൂടി, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി, ഇന്ന് ഒരുപക്ഷെ മലയാളി മറക്കാനിടയില്ലാത്തൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ് ടി.പി. ചന്ദ്രശേഖരൻ. അദ്ദേഹം കൊല്ലപ്പെട്ടിട്ടിപ്പോൾ ഏതാണ്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിവസമാണിന്ന്. ആ ഓർമ്മ ദിവസം ടി.പി. ചന്ദ്രശേഖരൻ അവസാനിപ്പിച്ച് പോയ ശൂന്യതയുടെ ഓർമ്മപ്പെടുത്തൽ, അതായത് 2012 മെയ് 4 അവിടെ ഇന്നൊരു സ്മാരകം, അത് ഒരു മ്യൂസിയം തുറക്കുകയാണ്. ആ മ്യൂസിയവുമായി ബന്ധപ്പെട്ടൊരു വാർത്തയുടെ ചിത്രം, ഓർമ്മ ചിത്രം എന്ന പേരിൽ മനോരമ 1-ാം പേജിൽ നൽകിയിട്ടുണ്ട്. അത് ടി.പി. രമ MLA, അദ്ദേഹത്തിൻ്റെ ഭാര്യ, അദ്ദേഹം അന്ന് ഉപയോഗിച്ചിരുന്ന സ്കൂട്ടർ, അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ, അദ്ദേഹത്തിന് ഉപയോഗിച്ചിരുന്ന ബാഗ്, ഒരു വാച്ച്, ഇതെല്ലാം ചേർത്ത് വെച്ചുള്ളൊരു മ്യൂസിയമാണ് അവിടെ ഉള്ളത്. ഇന്ന് രാവിലെ 10 മണിക്ക് ആറമ്പയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയാണ് ആ മ്യൂസിയം ഉദ്ഘാടനം ചെയ്യുന്നത്. വടകരയിലാണത്. എന്തായാലും ആ ഒരു ചിത്രം കൂടി 1-ാം പേജിൽ ഉൾപ്പെടുത്തുകയാണ് മനോരമ ചെയ്യുന്നത്. മറ്റ് വാർത്തകൾക്കപ്പുറത്തേക്ക് ഈ ചിത്രം ഒരുപക്ഷെ മലയാളി ദീർഘകാലം ചർച്ച ചെയ്ത ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ കൊലപാതകമൊക്കെ നമുക്കറിയാവുന്നതാണ്. എന്തായാലും സേതു, ഞാൻ അവസാനിപ്പിക്കുന്നു. ഓക്കെ ശ്രീജിത്ത്.